السلام عليكم ورحمة الله. حياك عليكم الله يا السلام. شيخ مروان. الله يحييك. كيف حالكم؟ الحمد إيش لله. أخباركم? الحمد لله. പിന്നെ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് മറുവാനാണ്. മറുവാൻ ഫ്രം തിരൂരങ്ങാടി തിരുവങ്ങാടി. പിന്നെ ഇപ്പോൾ ജാമ്യ ഇസ്ലാമിയയിൽ കുല്യശ്ശേരിയിൽ അഡ്മിഷൻ കിട്ടി. ജാമ്യൽ ഹിന്ദിൽ നിന്നും ശരിയാ തന്നെ അല്ലെന്നോ ഉം. കുല്യശ്ശേരിയായിരുന്നു. ശരിയാണ്. പിന്നെ പി ജി എത്ര സമയം PG ഒരു സെം കഴിഞ്ഞു. ഒരു സെം കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞു. അപ്പോഴാണ് ഇങ്ങോട്ട് കിട്ടിയത്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. മറുവാൻക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? അൽഹംദുലില്ലാ. മദീനത്തെത്തി. അൽഹംദുലില്ലാ. ഏകദേശം ഒരാഴ്ചയായി. ഒരാഴ്ചയായി. ഖൈറാണ് ഫുള്ള്. മദീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബർക്കത്താണ്. അത് നമ്മളെല്ലാവരും ശരിക്ക് അറിയണം. പലപ്പോഴും നമ്മളെ നാട്ടിൽ ഓരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകാൻ യാത്ര ചെയ്യാനൊക്കെ പറഞ്ഞാൽ പല രാജ്യങ്ങളും പറയും. ഇപ്പോൾ പല ലക്ഷ്യങ്ങൾ വെക്കുന്നവരുണ്ടാവും. പൈസ കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് കാർ എടുക്കണവരുണ്ടാവും, ഐഫോൺ എടുക്കണവരുണ്ടാവും. പക്ഷെ ഹജ്ജോ ഉംറയോ എന്നുള്ള ഒരു ആലോചന ഉണ്ടാവില്ല. ഭയങ്കര ഇതാണ്. അപ്പൊ നമ്മള് എപ്പോഴും ഒരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാവുന്ന മദീന, മക്ക, പ്രവാചകന്റെ പട്ടണം, മക്കയും ജീവിതത്തിൽ പെട്ടെന്ന് കാണണം എന്നുള്ളൊരു ആലോചന നമ്മളെ മനസ്സിലുണ്ടാവണം. ഞാനിവിടെ നാട്ടിൽ വരുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും അബ്ദുസ്സമദ് അൽ കാത്തിബ് റഹിമുള്ള. അദ്ദേഹത്തിന്റെ ഒരു മോനുണ്ട് മുനീർ കാത്തിബ്. അതേ നാട്ടിലുണ്ടായിന്. അപ്പോൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ കുറേ സംസാരങ്ങളുണ്ടായി. അപ്പോൾ മൂപ്പര് ഉമ്മാനോട് പറഞ്ഞു, സന്തോഷം അറിയിച്ചു, ജാമ്യയിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു, ഇൻഷാ അല്ലാഹ് മദീനത്ത് വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മൂപ്പര് ഇങ്ങനെ മദീനത്തെ കുറിച്ച് പറഞ്ഞു. മദീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബർക്കത്താണ്. ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. അൽഹംദുലില്ലാ. എല്ലാവരും പറയും ഭയങ്കര കാമാണ്, ഭയങ്കര പീസ്ഫുള്ളാണ്. മദീനത്തെ ആളുകളായാലും ആൾക്കാർ നല്ല നീറ്റാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞത്, മൂപ്പര് കുറെ കൊല്ലങ്ങളായിട്ട് 23 വർഷത്തോളം ദമാമിലായിരുന്നു. ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ളൂ മദീനത്ത് മാറിയിട്ട്. പക്ഷെ ഒരു മദീനന്റെ ബർക്കത്ത് എന്താണ് മൂപ്പർക്ക് ശരിക്ക് ആ ഒരു കുറച്ച് കൊല്ലം കൊണ്ട് എന്തെങ്കിലും ഫീൽ ചെയ്തു. മൂപ്പര് പറയുന്നുണ്ട് മത്താമിലൊക്കെ ആരും പട്ടിണി എടുക്കൂല, ഫ്രീ ആയിട്ട് ആരെങ്കിലും പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇത് മുമ്പ് ഞാൻ നാട്ടിൽ തന്നെ പണ്ടിന്. അപ്പോ അങ്ങനത്തെ ഒക്കെ ഒരു ബർക്കത്താണ് ശരിക്കും. ആൾക്കാരൊക്കെ ഇപ്പം നാളെ ഒരു ടാക്സി പോകുമ്പോൾ അയാളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഈ മദീനന്റെ ബോർഡർ വിട്ട് അപ്പുറത്ത് പോയാൽ പോലും അത് കിട്ടൂല. ശരിക്കും നമുക്ക് ഫീൽ ചെയ്യണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ ഓരോ സ്വഭാവം. അത് വേറൊന്നും കൊണ്ടല്ല, പ്രവാചകന്റെ പട്ടണം അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത ഏൽപ്പിച്ച പട്ടണം ആയതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അത് നമ്മള് തിരിച്ചറിയണം. ഒരു ഉംറ ഹജ്ജ് എന്നുള്ള നമ്മളെ ആദ്യത്തെ ആഗ്രഹമായിട്ട് എന്ത് ചെയ്യണം. പല ആൾക്കാർ പല സ്ഥലത്തേക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യും. പല പൈസ ഉണ്ട്, ലക്ഷങ്ങൾ ചെലവഴിച്ച് പല സ്ഥലങ്ങളിലും പോകും. ബിസിനസ് ട്രിപ്പ് കാറുകൾ വാങ്ങുന്നവരുണ്ട്, കിയ പോലത്തെ ലക്ഷറി കാറുകൾ ഫസ്റ്റ് വാങ്ങുന്നവരുണ്ട്, ഐഫോൺ അങ്ങനത്തെ പല. ചില ആളുകൾ ഉള്ള പൈസ ഒപ്പിച്ച് എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ച് ഉംറക്ക് വരുന്നവരുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ വളരെ വിരളാണ്. അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് നമ്മൾ മുസ്ലിങ്ങൾ എല്ലാവരും എത്തണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാറുള്ളത്. ഇൻഷാ അല്ലാഹ്. പിന്നെ ഇപ്പോൾ അവിടെ ശരിയല്ലേ ചേർന്നു. പിന്നെ ക്ലാസ്സൊക്കെ എന്താ പാട്? ക്ലാസ്സൊക്കെ അൽഹംദുലില്ലാ തുടങ്ങി. പിന്നെ പല ആളുകളും അഡ്മിഷനുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കലുണ്ട്, നമ്മൾ പങ്കെടുക്കലുണ്ട്. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങളതൊരു വീഡിയോ ചെയ്തില്ലേ, അതായത് ഒരു പ്രാവശ്യം ചെയ്തിട്ടും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇതാക്കരുത്, പിന്നെ ചെയ്യണം. നമ്മൾ ഇഖ്ലാസോട് കൂടി പ്രാർത്ഥിച്ച് എന്താണ് ചെയ്യുക. ഇത് ഹയറുണ്ട് എല്ലാത്തിനും. ചില ആൾക്കാരൊക്കെ എന്തിനാപ്പം മദീനത്ത് പോയി പഠിക്കണേ, ഇപ്പോൾ ഇവിടെ തന്നെ കോഴ്സ് ഇല്ലേ, അർത്ഥത്തിൽ ഇങ്ങനെ നേരിട്ടിട്ടല്ല ഇന്നോടല്ലെങ്കിലും അങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ അറിഞ്ഞു. എന്താണ് എനിക്ക് പറയാനുള്ളത്? അതിലെന്താ വെച്ചാൽ മദീന എന്ന് പറയുമ്പം അസ്ലു മസ്ദറു തൗഹീദാണ്. ഇവിടുന്നാണ് ഇസ്ലാം ഫുള്ള് വ്യാപിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ എല്ലാ അസറുകളും മദീനത്തുണ്ട്. അപ്പം ആ ഒരു അസറിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ ശരിയായ ഒരു വളവില്ലാത്ത നല്ലൊരു രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യും പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചാൽ നമ്മൾ അത്രയും വർഷം ഇവിടെ തലബുൽ ഇൽമിനൊപ്പം ഹറമും കൂടെ കിട്ടുമ്പം അത് വലിയൊരു ഭാഗ്യമാണ്. അതേപോലെ തന്നെ പല സമയങ്ങളും ഉംറ ചെയ്യാനും പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഹജ്ജിനും അവസരം കിട്ടായില്ല. അതിനൊക്കെ പറ്റിയൊരു വർഷം ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക. ഏറ്റവും വലിയ ഇബാദത്ത് തലബുൽ ഇൽമാണല്ലോ. ഇവിടെ പഠിച്ചു പോയവരാണ് പറഞ്ഞു മുമ്പ് ഒരു വാക്ക.
അപ്പോൾ നിങ്ങൾ ഇവിടെ ഇബാദത്തിനും കൂടി പറ്റിയെടുത്താണ്. അപ്പം നമ്മൾ പരമാവധി ഈ സമയം എല്ലാം മുതലാക്കണം. ഉപയോഗപ്പെടുത്താൻ പറ്റും. പക്ഷെ അപ്പോൾ ഏതായാലും ഉപയോഗപ്പെടുത്താനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഇത്രയും യൂണിവേഴ്സിറ്റികൾ എന്നുള്ളതാണ് ഇവിടുത്തെ ഇപ്പം നാളെ ഒരാൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പറയണ കുറേ ആൾക്കാരിങ്ങനെ മദീനത്തേക്ക് വരുന്നതിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കും, എങ്ങനെ ജോലി കിട്ടുമോ അത്. പക്ഷെ അവർ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ഒരു പക്ഷേ ആൾക്കാരെ സമാധാനിപ്പിക്കാനുള്ള ഒരു ഇതിലായിരിക്കും അവർ പറഞ്ഞത്. എന്തോ പറഞ്ഞ് ശരിക്കും നമ്മൾ ഇവിടെ വന്നിട്ട് മദീനത്ത് മക്കത്തൊക്കെ വന്നിങ്ങനെ താമസിക്കുമ്പോൾ നമ്മൾ തിന്മ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അതിന് പ്രശ്നമാവുക ചെയ്യുക. അതുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിൽ ഇപ്പം ഇങ്ങനെ പറഞ്ഞു പോയി. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, നമ്മൾ തിന്മ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിപ്പോ സാധാരണ നമ്മള് തലബിൽ തുടങ്ങുമ്പോൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്, നമ്മള് അത് പഠിച്ചു കഴിഞ്ഞാലാണ് തത്ബീഖ് ചെയ്യേണ്ടി വരിക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടി വരിക. നമ്മൾ കുറച്ച് പഠിച്ചാൽ പോരെ, മാത്രം പഠിച്ചാൽ ഒരു പ്രേരണയാണ്. അത് നമ്മള് പറഞ്ഞില്ല, എന്താണ് ഹദീസ് കറക്റ്റ് ഓർമ്മയില്ല, ഇപ്പോൾ ഒരാൾക്ക് അവസാനം മദീനത്ത് വന്ന് കൂടാൻ പറ്റുന്നുണ്ടെങ്കിൽ മദീനത്ത് ജീവിക്കട്ടെ, എന്നിട്ട് ഇവിടെ മരിക്കട്ടെ. അപ്പം നമ്മൾ പരമാവധി അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട് നമുക്ക് ഇവിടെ വന്ന് കൂടാൻ. ഇപ്പോൾ പ്രായ ആളുകൾക്കൊക്കെ ഇവിടെ വന്ന് കൂടാൻ, അങ്ങനെ കൂടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ അതൊക്കെയാണ് പിന്നെ നസീഹത്തിന് ഇൻഷാ അല്ലാഹ്. പിന്നെ മറ്റൊരു ദിവസത്തിൽ നമുക്ക് വീണ്ടും കൂടുതൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.